ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് അബൌട്ട് എമോട്ടിക്കോൺസ് ആൻഡ് ഇമോജീസ്. എമോട്ടിക്കോൺസ് എന്താണ്, ഇമോജീസ് എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വൺ, എമോട്ടിക്കോൺസ്. എമോട്ടിക്കോൺസ് ആർ കോമ്പിനേഷൻസ് ഓഫ് കീബോർഡ് ക്യാരക്ടേഴ്സ് സച്ച് ആസ് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിംബൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കൺവേ മീനിങ് ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 2 നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 5-6 ആയിട്ട് പഠിക്കാനുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ അത് തന്നിട്ട് ഇത് ഏത് എക്സ്പ്രഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, 1 മാർക്കൊക്കെ ആയിട്ട്. ദെൻ കീബോർഡ് ക്യാരക്ടേഴ്സ്, അതായത് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിംബൽസ് എല്ലാം വെച്ചിട്ടുള്ള കീബോർഡ് ക്യാരക്ടേഴ്സിൽ നിന്നും മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, എമോട്ടിക്കോൺസ് എന്ന് പറയുന്നത്. ടു എക്സ്പ്രസ് എ വെറൈറ്റി ഓഫ് ഇമോഷൻസ് സച്ച് ആസ് ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്, ആങ്കർ എക്സെട്ര. അതായത് നമ്മളിപ്പോൾ ഇമോജീസ് യൂസ് ചെയ്യണില്ലേ, അതിന് പകരം ആദ്യം ഏതാണ് യൂസ് ചെയ്തിരുന്നത്, എമോട്ടിക്കോൺസ് ആണ് യൂസ് ചെയ്തിരുന്നത്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. 2 കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിൽ ഒരു 5-6 കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then emojis, graphical representations of emotions and objects that are used in digital communication. Emojis എന്താ നമുക്കറിയാലോ, ഏതൊക്കെ ഇമോജീസ് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. Then unlike emoticons which are keyboard characters, emojis are standardized images. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇമേജസ്, അതായത് ഇമോട്ടിക്കോൺസും ഇമോജീസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് തന്നെയാണ് എഴുതാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്താണ്, എമോട്ടിക്കോൺസ് കീബോർഡ് ക്യാരക്ടേഴ്സ് ആണ്, പക്ഷേ ഇമോജീസ് എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്ട്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇമേജസ് ആണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അക്രോസ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് സോഷ്യൽ മീഡിയ. ഇമോജീസ് ആർ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ജപ്പാൻ ഇൻ ലേറ്റ് 1990s. അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എവിടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇമോജീസ് ജപ്പാനിലാണ്. ഹാവ് ഹെൽപ്ഡ് ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. അല്ലേ, നമുക്ക് എഴുതിയിട്ട്, അതായത് നമുക്ക് വാക്കുകളോട് പറയാൻ പറ്റാത്ത ചില എക്സ്പ്രഷൻസ് എല്ലാം ഇമോജീസിലൂടെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും ചില സമയത്ത്. അങ്ങനെ അവിടെ ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യാണ്, അവിടെ ആ ഒരു ഗ്യാപ്പ് നികത്താൻ പറ്റുകയാണ് ഇമോജീസ് കൊണ്ട്. Then next question, what are the building blocks of communication etiquettes? Communication etiquettes-ൻ്റെ, അതായത് കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ട മര്യാദകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ്? ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. ഒരു 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിലുള്ള പോയിന്റ്സ് എഴുതാനായിട്ട് പറ്റും. നിങ്ങളുടെ രീതിക്ക് എഴുതിയാൽ മതി, പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ആണ് എന്താണ്, റെസ്പോണ്ടിങ് ക്വിക്ക്ലി, എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്ലി, ഇൻഫോമിങ് അതേഴ്സ്, അപ്പോളജൈസിങ് പബ്ലിക്ലി, ഡിസ്പ്ലേയിങ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി, റെസ്പോണ്ടിങ് റൈറ്റ് അവേ ഇവൻ ടു ഡിക്ലൈൻ, complimenting others, encouraging others, maintaining promises, providing good feedback, being truthful and kind. ഇതിലേതെങ്കിലും ഒരു 3-4 പോയിന്റ്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്കിനായാലും ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Then third one, what is ICT? അവിടെയും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. റൈറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ICTൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എഴുതാം. എന്താണ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICTൻ്റെ ഫുൾ ഫോം എഴുതാം. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാം, പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എഴുതാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? മെയ്ഡ് ഇറ്റ് ഈസിയർ ദാൻ എവർ ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസസ് ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതായത് എത്ര ദൂരത്തുള്ള ആളെ വേണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഏത് ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റിയും ആര് തരാണ്, ICT, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ നമുക്ക് കിട്ടാണ്. ഹെൽപ്സ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം റിഗാർഡ്ലെസ് ഓഫ് ജോഗ്രഫിക് ലൊക്കേഷൻ. എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും, അതായത് ഒരേ സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി എന്തിലൂടെ ലഭിക്കുകയാണ്, ICTയിലൂടെ ലഭിക്കുകയാണ്. ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ മെയ്ഡ് ഇറ്റ് ഈസിയർ for people to communicate in different languages and reducing language barrier. ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത് മറ്റൊരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുക. അതാണ് ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയറിൻ്റെ വരവോട് കൂടിയിട്ട് ലാംഗ്വേജ് ബാരിയർ, അതായത് വേറൊരു ഭാഷയിൽ സംസാരിക്കാനുള്ള ആ ഒരു തടസ്സം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിധിവരെ മാറിക്കിട്ടിയിട്ടുണ്ട്. Then ICT also have made it possible for everyone with an internet connection to create and share information with a global audience. ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആയിട്ട്, കയ്യിൽ ഒരു ഇൻ്റർനെറ്റുള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആയിട്ട് നമ്മുടെ ഐഡിയാസും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി എന്തിലൂടെ കിട്ടാണ്, ICTയിലൂടെ കിട്ടാണ്. Online libraries also made it easier for people to access information in different languages. പല ഭാഷകളിലായിട്ട്
ഓൺലൈൻ ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ് ICT-യിലൂടെ. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ICT മേ ലെഡ് ടു ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഇത് നമ്മൾ ക്ലാസ് എടുത്ത ടൈമിൽ പറഞ്ഞതാണ്. ഹോമോജീനൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള എന്നാണ് മീനിങ് വരുന്നത്. ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷയും അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തും ഓരോ കൾച്ചറാണ്, ഓരോ ഭാഷയാണ് അവരുടെ മദർ ടങ്ക്. പക്ഷേ ഭാവിയിൽ ഇങ്ങനെ ഒരു ICT-യിലൂടെ ഗ്ലോബൽ ഓഡിയൻസ് ഫുള്ള് ഒരേ ട്രെൻഡിലൂടെ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരേ ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരേ കൾച്ചർ, ഗ്ലോബ് ഫുള്ള് ഒരേ ലാംഗ്വേജ് ഒരേ കൾച്ചറായി പോകാനുള്ള സാധ്യത എന്തിലൂടെ വരാൻ ചാൻസ് ഉണ്ട്? ICT-യിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICT. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ICT ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICT. ദി യൂസ് ഓഫ് ടെക്സ്റ്റ് മെസ്സേജിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹാസ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ ലാംഗ്വേജ് സ്റ്റൈൽ വിത്ത് ടെക്സ്റ്റ് അബ്രിവിയേഷൻസ്, ഇമോജീസ് എറ്റ്സെട്ര. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മദർ ടങ് എന്താണ്? മലയാളം. അപ്പോൾ ആ ഒരു മലയാളം എന്നുള്ളതിനേക്കാളും പലരും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണ്? മംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതൊരു സെപ്പറേറ്റ് ലാംഗ്വേജ് ആണ്. അതായത് മംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം ആൻഡ് ഇംഗ്ലീഷിൻ്റെ ഒരു ഹൈബ്രിഡ് ലാംഗ്വേജ് ആണ്. ഹൈബ്രിഡ് ലാംഗ്വേജ് എന്താണ്? രണ്ട് ലാംഗ്വേജസിൻ്റെ ഒരു സമ്മപ്പാണ് ഹൈബ്രിഡ് ലാംഗ്വേജ്. ഈ ഹൈബ്രിഡ് ലാംഗ്വേജ് ആണ് പലരും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മളായാലും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രിഫറൻസ് കൊടുക്കുക ഇതിനാണ്, മംഗ്ലീഷിനാണ്. സോ മലയാളം എന്നുള്ള നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജിന് ഡിക്ലൈൻ വരുത്തുന്ന രൂപത്തിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് വരാൻ ഏതിന് ചാൻസ് ഉണ്ട്? ICT-യിലൂടെ ചാൻസ് ഉണ്ടെന്നാണ് പറയണം. ടെക്സ്റ്റ് അബ്രിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുരുക്കി എഴുത്ത്. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചതാണ്. ഏതൊക്കെയാണ് ടെക്സ്റ്റ് അബ്രിവേഷൻസ്? ടെക്സ്റ്റ് അബ്രിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ചുരുക്കി എഴുതുക, ഒരു വാക്കിനെ ചുരുക്കി എഴുതുന്ന രീതി. ഇതിലൂടെ ഒക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്ന മദർ ടങ്ക് എന്ത് ചെയ്യാണ്? ഡിക്ലൈൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഡിസഡ്വാൻറ്റേജസിൽ കൊടുക്കേണ്ടത്. ഫോർത്ത് വൺ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇ പബ്ലിഷിംഗ് ഓവർ പ്രിന്റ് പബ്ലിഷിംഗ്? പ്രിന്റ് പബ്ലിഷിങ്ങിനേക്കാളും ഇ പബ്ലിഷിങ്ങിനുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? First one, cost effectiveness. E-publishing eliminating the cost of printing, shipping and storing physical copies, which can result in lower production cost and higher profits. അതായത് പ്രിന്റ് ചെയ്ത ബുക്സ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം? ഷിപ്പ് ചെയ്യണം, അത് സ്റ്റോർ ചെയ്ത് വെക്കണം, ഫസ്റ്റ് അത് പ്രിന്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ടാസ്ക്, ഒരുപാട് സ്റ്റെപ്സ് അവിടെ വരികയാണ്. പക്ഷേ ഈ ബുക്സ് ആണെങ്കിൽ ആ സ്റ്റെപ്സ് എല്ലാം അവിടെ കുറഞ്ഞു കിട്ടുകയാണ്. ഒരുപാട് സ്റ്റെപ്സ് അവിടെ കുറഞ്ഞു കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടുതലാണ്. ദെൻ കൺവീനിയൻസ്. ഈ പബ്ലിഷിംഗ് allows readers to access on their electronic devices anytime and anywhere. എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാനുള്ള എബിലിറ്റി, വായിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി ആർക്ക് കിട്ടാണ്? ഈ ബുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് കിട്ടാണ്. എന്തിനേക്കാളും? പ്രിന്റ് റീഡിനേക്കാളും അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ തേർഡ് വൺ, ആക്സസിബിലിറ്റി. ഈ പബ്ലിഷിംഗ് ക്യാൻ മേക്ക് content available to a wider audience, including readers with disabilities who may require specialized reading devices. അതായത് കുറേ ആൾക്കാർക്ക് കുറേ അധികം ഡിസബിലിറ്റീസ് ഉണ്ടാവും, അവർക്ക് വായിക്കാനായിട്ട് കുറേ അധികം ഡിവൈസസ്, സ്പെഷ്യൽ ഡിവൈസസ് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്കും എന്ത് ഹെൽപ്ഫുൾ ആണ്? ഈ ബുക്സ് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഫോർത്ത് വൺ, ഇൻറ്ററാക്ടിവിറ്റി. ഈ പബ്ലിഷിംഗ് അലോസ് ഫോർ ഇൻക്ലൂഡിംഗ് ഇൻറ്ററാക്റ്റീവ് ഫീച്ചേഴ്സ് സച്ച് ആസ് ഹൈപ്പർ ലിങ്ക്സ്, മൾട്ടിമീഡിയ, സോഷ്യൽ മീഡിയ ഇൻറ്റഗ്രേഷൻ, എൻഹാൻസിങ് ദി റീഡേഴ്സ് എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും, അതായത് ഏതൊക്കെ ഭാഷകളിൽ വേണമെങ്കിലും നമുക്ക് വായിക്കാനും, അതേപോലെ തന്നെ എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും വായിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റിയും ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസിനും എല്ലാം ഉപകാരപ്രദമാണ് എന്തെന്ന് പറയുന്നത്, ഈ ബുക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിന്റ് പബ്ലിഷിങ്ങിനേക്കാളും ഈ ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ് കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ, എക്സ്പ്ലെയിൻ NPTEL. NPTEL നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇതൊരു 2-3 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഈ ഒരു ഫുൾ ഫോംസ് ഒക്കെ വായിച്ച് തന്നെ പഠിക്കാം. Then a joint university level venture by the Indian Institutes of Science and Indian Institutes of Technology. അപ്പോൾ ആരാണ് വെഞ്ചർ ചെയ്തതെന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്. ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. ദിസ് ഇനീഷ്യേറ്റീവ് ഇസ് ഫണ്ടഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫണ്ടഡ് ആരാണെന്നുള്ളതും അതേപോലെ തന്നെ ഇനീഷ്യേറ്റഡ് വെഞ്ചർ ആരാണെന്നുള്ളതും ക്വസ്റ്റ്യൻ വരാം. വെഞ്ചർ ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. ഇനീഷ്യേറ്റീവ് ഫണ്ട് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. They have a YouTube channel which is publicly accessible.
On the other hand, NPTEL offers readily available resources for English language learning through tailored courses. ഏത് ലാംഗ്വേജ് ആണ് NPTEL പ്രൊവൈഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഇംഗ്ലീഷ് ആണ്, ത്രൂ tailored courses. On the other hand, the digital collection of lectures and classes are a ready source for practicing listening skills in a setting that is academic and technical. അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ NPTELനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഫുൾ ഫോം എഴുതുക. ദെൻ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ടൈലർഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലെക്ചേഴ്സ് ആൻഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലിസണിങ് സ്കിൽസ് ബെറ്റർ ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഫണ്ടഡ് ചെയ്തത് ആരാണ്? ഫണ്ടഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പിന്നെ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് വിച്ച് ഇസ് പബ്ലിക്കലി ആക്സസിബിൾ ആൻഡ് വെഞ്ചർഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമൻറ്റ് ഇടുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.